കായംകുളം ഒന്നാംകുറ്റി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അൽ ജാമിയത്തുൽ ഹുസൈനിയ അൽ ഇസ്ലാമിയയിൽ സൗഹൃദ സദസ്സും ഇഫ്താർ സംഗമവും നടന്നു. യോഗം കായംകുളം ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ജലാലുദ്ദീൻ മൗലവി കായംകുളം ഉദ്ഘാടനം ചെയ്തു. കായംകുളം ഒന്നാംകുറ്റി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അൽ ജാമിയത്തുൽ ഹുസൈനിയ അൽ ഇസ്ലാമിയയിൽ സൗഹൃദ സദസ്സും ഇഫ്താർ സംഗമവും നടത്തി. ഇഫ്താർ എന്നാൽ പങ്കുവെക്കലാണെന്നും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരേ മനസ്സോടെ ഇഷ്ടവിഭവങ്ങൾ പങ്കുവെച്ച് ഭക്ഷിക്കുന്നതിലൂടെ വലിയൊരു സന്ദേശമാണ് ലഭിക്കുന്നതെന്നും പ്രഭാഷകനും സപ്താഹ ആചാര്യനുമായ ഡോക്ടർ പള്ളിക്കൽ സുനിൽ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. ഈ മഹത്തായ ദേവാലയത്തിൽ ഇരുന്ന് നമ്മൾ പഠിക്കുന്നത് ജീവിതത്തിൽ ജയിക്കാനാണ്. പരീക്ഷയിൽ ജയിച്ച പലരും ജീവിതത്തിൽ തോറ്റ് തുന്നമടിയിട്ടുണ്ട്. പരീക്ഷയിൽ തോറ്റ പലരും ജീവിതത്തിൽ ജയിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് അന്വേഷിച്ച ഋഷീശ്വരന്മാരാണ് പറഞ്ഞത്. അതിന് മതമോ ജാതിയോ തടസ്സമല്ല, അതിന് മനുഷ്യത്വം വേണം, സംസ്കാരം വേണം. ആചാര അനുഷ്ഠാനങ്ങളിൽ ഊന്നി ജീവിക്കുന്ന ഒരാൾ സമൂഹം അരുത എന്ന് പറയുന്ന ഒരു തെറ്റ് ചെയ്യില്ല. അത്രയേ ഉള്ളൂ. അതിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഗാഥ പാടാനാണ് സൗഹൃദ സദസ്സ്. അതിനാൾക്കൂട്ടം വേണ്ട, അതിന് കുറച്ച് ആളുകൾ മതി. മലിനവസ്തുക്കൾ കിടക്കുമ്പോൾ കൂടുതൽ ഈച്ചകൾ വരും. ഒരു പൂ വിരിഞ്ഞു നിന്നാൽ ഒരു വണ്ടേ വരും. അങ്ങനെയുള്ള കുറെ വണ്ടുകളുടെ സംഗമമാണ് സൗഹൃദ സദസ്സും ഇഫ്താർ സംഗമവും എന്ന് ചിന്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നുണ്ട്. സ്ഥാപന ചെയർമാൻ സയ്യിദ് മുഹമ്മദ് മൗലവി ഹസ്നി കാസിമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കായംകുളം ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ജലാലുദ്ദീൻ മൗലവി കായംകുളം ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാം ആകണമെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളിൽ കൂടി സമാധാനം ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരു മുസ്ലിമായി മാറുന്നത്. ഇനി ഒരു മുഅ്മിനായി മാറണമെങ്കിലോ ഈമാൻ എന്ന് പറഞ്ഞാൽ അമ്ന് അഥവാ നിർഭയത്വം, അതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ഈമാൻ. അപ്പോൾ ഒരു മനുഷ്യന് മുഅ്മിനാകണമെങ്കിൽ, വിശ്വാസിയാകണമെങ്കിൽ അവനെ പേടിയില്ലാത്തൊരു ജീവിതം ആളുകൾക്ക് അവനിൽ കൂടി ഉണ്ടാകണം. അപ്പോൾ മാത്രമേ അവനിക്കൊരു മുഅ്മിനാകാൻ സാധിക്കുകയുള്ളൂ. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, മൽ ഈമാൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു അസ്സബ്റു വസ്സമാഹ. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ക്ഷമയാണ്, വിട്ടുവീഴ്ചയാണ് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ വിട്ടുവീഴ്ചയും ക്ഷമയും ഇല്ലാത്ത ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് വിശ്വാസിയാകാൻ, ഒരു മുഅ്മിനാകാൻ സാധിക്കുകയില്ല. ഖൈസ് മൗലവി ഹസ്നി ഖാസിമി കണ്ണൂർ, വെരി റവറൻ സക്രിയ പൊൻവാണിഫം കോർ എപ്പിസ്കോപ്പ, ഡോക്ടർ പള്ളിക്കൽ സുനിൽ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഒരാരാധനാലയത്തിന്റെ മുമ്പിൽ കൂടി പോകുമ്പോൾ കൈ നെഞ്ചത്ത് വെച്ചൊന്ന് വണങ്ങുന്നത് എനിക്കപ്പുറമുള്ള ശക്തികളെ കുറിച്ചുള്ള എന്നിലുള്ള ബോധമാണ്. ആ ബോധ്യവും പെട്ടെന്നുണ്ടായതല്ല. ഇന്ന് ബോധമുണ്ട്, ബോധ്യമില്ല. എന്തിനെക്കുറിച്ച്? ഞാൻ ആരെന്നുള്ള ബോധ്യം എനിക്കില്ല, നിങ്ങളാരാണെന്നുള്ള ബോധ്യം എനിക്കില്ല. അത് നൽകുവാൻ ഭൗതികമായ ഒരു നേട്ടത്തിനുമാവില്ല. അതിന് ദൈവബോധത്തിന്, ദൈവികതയ്ക്ക്, ദൈവികമായ ശിക്ഷണത്തിന് മാത്രമേ കഴിയൂ. അവിടെ നമ്മൾ പ്രാപിക്കുന്നത് ദ റിഫൈൻമെന്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ്സ്, മനുഷ്യ ഹൃദയങ്ങളുടെ സംശുദ്ധീകരണമാണ്. കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഒരു പുതുതലമുറ ഉണ്ടാകണമെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കണം. നമുക്ക് വിശ്വാസങ്ങൾ ഉണ്ടാകണം. നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? ദൈവമുണ്ടോ എന്ന് പറയുന്ന ശാസ്ത്രത്തിന്റെ ഇത്രയും യുഗങ്ങൾ വളർന്നിട്ട് പോലും ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാണ് കൂടുതൽ ആളുകൾ വരുന്നെങ്കിലും നമ്മൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എന്തിനാ? നമുക്കൊരു അടുക്കും ചിട്ടയും വരാനാണ്. നമ്മൾ എന്തോ ഒരു ഭയത്തിലാണല്ലേ? ദൈവഭയം ഇല്ല എങ്കിൽ മനുഷ്യൻ തെറ്റുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ദൈവഭയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ഓരോ കർമ്മവും ചെയ്യുമ്പോൾ ആരോ ഒരാൾ ഇത് നോക്കുന്നുണ്ട്, എവിടെയോ ഒരു ശിക്ഷ നൽകുന്നുണ്ട് എന്നുള്ള ഒരു മനസ്സിൽ കുഞ്ഞുങ്ങളെ ആരംഭത്തിലേ പഠിക്കുക. അവൻ അന്ധവിശ്വാസവും വിശ്വാസമില്ലായ്മയൊന്നും അല്ല, പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വരണമെങ്കിൽ അവനൊരു ദൈവഭയം ഉണ്ടാകണം. ആ ദൈവഭയം നമ്മൾ മാതാപിതാക്കൾ സൃഷ്ടിച്ചേ പറ്റും. വാർഡ് കൗൺസിലർ ബിജു നസറുള്ള, ആലപ്ര അബ്ദുൾ റഹ്മാൻ ബാക്കവി എന്നിവർ പ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ അൻസാരി കോയിക്കലേത്ത് സ്വാഗതവും ആരിഫ് മൗലവി നന്ദിയും പറഞ്ഞു. CDNet ന്യൂസ്
കായംകുളം.